ശ്രീ കെ പി നൗഷാദ് അലി, ഇന്നിപ്പോ കേന്ദ്രമന്ത്രി വന്നു പറഞ്ഞൊരു കാര്യം, മുനമ്പം ഇനി രാജ്യത്തെവിടെയും ആവർത്തിക്കില്ല എന്ന് കൂടിയാണ്. പ്രധാനമന്ത്രി രാജ്യമെമ്പാടും BJP രാജ്യമെമ്പാടും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ വിശദീകരിക്കുന്നു. അപ്പോൾ ഇനി എവിടെയും ഈ പറയുന്ന ഇതൊരു ഭൂമി കൊള്ളയാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, എവിടെയും ഒരു മുനമ്പം ആവർത്തിക്കില്ല എന്ന ഒരു കാര്യം കൂടി ഒരു രാഷ്ട്രീയ സന്ദേശമായി നൽകുകയാണ്. മാധു, ഇത് വ്യത്യസ്ത ഇടങ്ങളിൽ ഇതൊക്കെ ഓരോ സ്ഥലത്തിനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് ഈ ഹരികൃഷ്ണൻ സിനിമയുടെയൊക്കെ ക്ലൈമാക്സ് പോലെ ഓരോ ഇടത്തിന് ആനുപാതികമായിട്ട് അവർ ഓരോ വാചകങ്ങൾ പറയും. അതിപ്പോൾ കേരളത്തിൽ മുനമ്പുമാണ് അവരുടെ വിഷയം. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ അവിടുത്തെ ജനങ്ങളെ എങ്ങനെ പരസ്പരം അകറ്റാം, മുസ്ലിം വിഭാഗത്തെ എങ്ങനെ അവരുടെ ശത്രുവാക്കാം എന്നുള്ളതിൻ്റെ പരീക്ഷണങ്ങൾ അവർ വ്യത്യസ്ത രീതിയിൽ നടത്തി പ്രസ്താവനകൾ ഇറക്കുകയാണ്. അതാണ് അവരുടെ പതിവ്. ഞാനിവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സെക്ഷൻ 2A കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിനകത്ത് ഒരു കാരണവശാലും ഈ പറഞ്ഞ മുനമ്പം ഭൂമി പെടാൻ പോകുന്നില്ല. കാരണം അത് ഞാനോ അല്ലെങ്കിൽ ശങ്കുട്ടി ദാസോ ഇവിടെ ഇരുന്ന് പറയുന്നത് മാത്രമല്ല, കേരളത്തിലെ നിരവധിയായ നിയമവിശാരദന്മാർ കാര്യകാരണ സഹിതം പറഞ്ഞതിൻ്റെ ഒരുപാട് പ്രസ്താവനകളും ലേഖനങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. മാതൃഭൂമി അടക്കം ഓൺലൈനിൽ ആ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മുനമ്പ നിവാസികൾ ആദ്യം പറഞ്ഞു വഖഫ് ബില്ല് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുല്ല് കാണിച്ച് നടത്തുമ്പോൾ അവരെ നടത്തി. ഇപ്പം ബില്ല് വന്നു, ഇപ്പം അവർ പറയാണ് ഇനി ചട്ടം വരട്ടെ അപ്പം നടക്കുമെന്ന്. ഏത് കാലത്ത് എപ്പോൾ വരാനാ? അപ്പോൾ കാലാകാലങ്ങളിലായിട്ട് ഇവരുടെ ഒരു രാഷ്ട്രീയ അടിമകളാക്കി മാറ്റാൻ, ഈ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഇവർ കാണുന്നൊരു ഉപാധി മാത്രമാണിത്. ഇവർക്ക് മുനമ്പം മുന്നിൽ വെച്ചിട്ടാണ് ഇവരെ നിയമമുണ്ടാക്കിയതെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നേരത്തെ പറഞ്ഞത്, ഈ ബില്ലിനകത്ത് അവരൊരു ക്ലോസ് കൊണ്ടുവരണമായിരുന്നു. കാരണം ഒരാളൊരു ഭൂമി വാങ്ങിയാൽ അതിന് ശേഷമോ മുമ്പോ വഖഫാണ് എന്നൊരു തീരുമാനം വന്നാൽ അത് അസ്ഥിരപ്പെടുത്തും എന്നൊരു ക്ലോസ് ഇതിനകത്ത് വന്നിരുന്നെങ്കിൽ ഒറ്റയടിക്ക് 1 മിനിറ്റ് കൊണ്ട് മുനമ്പം വിഷയം പരിഹരിച്ചേനെ. അവരതിന് പകരം അതൊന്നും കൊണ്ടുവരാതെ മുനമ്പ് അവർക്കൊരു കൺസേണേ അല്ല മാധു. എന്ത് മുനമ്പം, ഏത് മുനമ്പം? BJP ഈ രാജ്യം മുഴുവൻ വെട്ടി വിറ്റ് തുലക്കുക അല്ലെങ്കിൽ പോക്കറ്റിലാക്കി കൊണ്ട് നടക്കുക എന്നുള്ള അജണ്ടയുമായിട്ട് പോകുന്ന ആളുകൾക്ക് മുനമ്പം ഒരു വിഷയമല്ല. അവരുടെ വാണിജ്യ താല്പര്യങ്ങളും ഞാൻ പറഞ്ഞു. പിന്നെ അവരുടെ മതകീയ താല്പര്യങ്ങളാണ്, ധ്രുവീകരണ താല്പര്യങ്ങളാണ്. ഇവിടെ നേരത്തെ മുർഷിദാബാദിലെ കലാപത്തെക്കുറിച്ച് പറഞ്ഞു. ആ കലാപത്തെക്കുറിച്ച് പശ്ചിമ ബംഗാൾ സംസ്ഥാന ഗവൺമെൻറ് നടത്തിയ ഞെട്ടിക്കുന്ന ചില രേഖാമൂലമുള്ള വെളിപ്പെടുത്തലുകളുണ്ട്. ഞാനതിവിടെ ആവർത്തിക്കുന്നില്ല. അവർ പറയുന്നത് ഈ കലാപത്തിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ ചില ഏജൻസികളുമാണ് എന്നാണ്. ഇതിൽ പരം ഒരു കോൺട്രവേഴ്സി രാജ്യത്ത് വേറെ ഉണ്ടാവാനുണ്ടോ? അപ്പോൾ അത്തരത്തിൽ ഇത് ആങ്ങളെ ചത്താലും നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന മട്ടിൽ രാജ്യം ഭരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഗെയിം മാത്രമാണ്. അവർക്ക് മനുഷ്യൻ്റെ അടിസ്ഥാന വികാരങ്ങളുമായിട്ടും ബന്ധമില്ല, ഇമോഷനുമായിട്ട് അവർക്ക് യാതൊരുവിധ അടുപ്പവും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിശ്ചയിച്ചുറപ്പിച്ച അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്ന ദുരൂഹമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുന്ന ആളുകളാണ്. സ്ഥലപ്പേരു തന്നെയാണ് എങ്കിലും ഒരു നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ അത് രാജ്യമെമ്പാടും ബാധകമായ ഒന്നായിരിക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ടൊരു നിയമനിർമ്മാണം സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ അത് സങ്കുചിതമായ താല്പര്യമായി മാറും എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന നിയമവിദഗ്ധർ അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. മുനമ്പത്ത് ചട്ടരൂപീകരണവും അതിനുശേഷമുള്ള നടപടികളും അതിനുശേഷമുള്ള ഡയറക്ഷൻ ഉണ്ടാകുമെന്നൊരു കാര്യത്തിൽ മാത്രമാണ് ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിൽ അവർക്ക് പ്രതീക്ഷയുള്ളത്. പക്ഷേ അത് നിൽപ്പിൽ സാധ്യമാകുന്നതല്ല എന്ന ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ സമരം അവസാനിപ്പിക്കാതിരിക്കുകയും ചെയ്തത്. പരമാവധി ഈ പറയുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ മുനമ്പത്തിന് പരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്നുള്ളതാണ് പ്രതീക്ഷ.